ഹായ് എവരി വൺ, വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കലണ്ടറിൻ്റെ കുറച്ച് ബേസിക് പ്രോബ്ലംസ് ആണ്. അപ്പം നമുക്ക് ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് പോയി നോക്കാം. ആദ്യത്തെ പ്രോബ്ലത്തിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? വാട്ട് ഡേ വാസ് 15th August 1947? അതായത് 15 ഓഗസ്റ്റ് 1947 ഏത് ദിവസമാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യും? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. അതായത് ടോട്ടൽ ഓഡ് ഡേയ്സ് നമുക്ക് കണ്ടുപിടിക്കാം. അതിനുള്ള ഇക്വേഷൻ അറിയാലോ? ടോട്ടൽ ഓഡ് ഡേയ്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് സെഞ്ചുറി കോഡ്, സെഞ്ചുറി കോഡ് പ്ലസ് ഇയർ കോഡ്, അടുത്തത് മന്ത് കോഡ്, മന്ത് കോഡ് പ്ലസ് അടുത്ത എന്താ വരിക? ഡേറ്റ് അല്ലേ? ഡേറ്റ് കോഡ്. അപ്പം നമുക്ക് ഓരോ കോഡ് വെച്ച് സോൾവ് ചെയ്യാം. ഫസ്റ്റ് സെഞ്ചുറി കോഡ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇത് സെഞ്ചുറി 1900 അല്ലേ വരിക? അപ്പോൾ അതിലെത്ര ഓഡ് ഡേയ്സ് ആണ് വരിക? നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു, 0. ആ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. 0 ആണ് വരിക. അത് കഴിഞ്ഞിട്ട് ഇയർ കോഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലാസ്റ്റത്തെ 2 ഡിജിറ്റ് എടുക്കുക, പ്ലസ് എന്ത് ചെയ്യുക? അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 47 ഡിവൈഡ് ബൈ 4. അപ്പം 47 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? 11, 44, ബാക്കി എത്രയാണ് വരിക? 3. അപ്പോൾ നമുക്ക് ഇവിടെ ആഡ് ചെയ്യേണ്ടത് 11 പ്ലസ് 47, 8, 5, 58 വരുമല്ലോ. അപ്പോൾ ഇയർ കോഡ് 58. അടുത്തത് മന്ത് കോഡ്. മന്ത് കോഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു ഇത് പഠിച്ചിട്ടുണ്ട്. എന്താണ്? കുറച്ച് നമ്പർ പഠിച്ചിട്ടുണ്ട്, മൊബൈൽ നമ്പർ പോലെ. അത് നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് വരുന്നത്. 03361, അത് കഴിഞ്ഞിട്ട് 4625, അത് കഴിഞ്ഞിട്ട് എന്താണ്? 035 അല്ലേ? ഇത് ഓഗസ്റ്റ് ആണ് മന്ത്. നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. ഓഗസ്റ്റ് എത്ര? 2 അല്ലേ വരുന്നത്? അപ്പോൾ ഓഗസ്റ്റിൻ്റെ കോഡ് നമുക്ക് കിട്ടി 2. ഇത് കഴിഞ്ഞ് ഡേറ്റ് കോഡ്. ഡേറ്റ് കോഡൊന്നുമില്ല, നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ് അതേപോലെ എടുത്ത് എഴുതിയാൽ മതി, 15. ഇനി നമുക്കിതെല്ലാം ആഡ് ചെയ്ത് നോക്കാം. 58 പ്ലസ് 2 എന്ന് പറയുമ്പം 60. 60 പ്ലസ് 15 എന്ന് പറയുമ്പോൾ 75 അല്ലേ? അപ്പോൾ നമ്മൾ ടോട്ടൽ ഓഡ് ഡേയ്സ് കിട്ടി എത്രയാണ്? 75. ആ 75നെ നമ്മൾ എന്ത് ചെയ്യണം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ റിമൈൻഡർ കണ്ടുപിടിക്കണം. ആ റിമൈൻഡർ ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ 75 അല്ലേ ടോട്ടൽ? 75 ഡിവൈഡഡ് ബൈ 7 ചെയ്യാം. 7 ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 10 വട്ടം പോവും, 70. ശിഷ്ടം എത്രയാണ് വരുന്നത്? 5. 5 വരികയാണെങ്കിൽ നമുക്ക് ആൻസർ പറഞ്ഞൂടെ? എത്ര വരിക? 0 സൺഡേ, 1 മൺഡേ, ട്യൂസ്ഡേ എന്താണ്? 2, വെനസ്ഡേ 3, തേഴ്സ്ഡേ 4. ഇപ്പോൾ 5 എന്ന് പറയുമ്പോൾ എത്രയാണ്? ഫ്രൈഡേ അല്ലേ? അപ്പം 1947 ഓഗസ്റ്റ് 15 എന്ന് പറയുമ്പോൾ എന്താണ്? വെള്ളിയാഴ്ചയാണ്, ഫ്രൈഡേ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ലീപ്പ് ഇയേഴ്സ് ആർ ദെയർ ബിറ്റ്വീൻ 90, 100 ആൻഡ് 2000? ഇതിൻ്റെ രണ്ടിലും ഇടയിൽ എത്ര
ലീപ്പ് ഇയർ ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ലീപ്പ് ഇയർ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഒരു വർഷം ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അത് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ്? ലീപ്പ് ഇയർ ആണ്. പിന്നെ സെഞ്ചുറി ഇയർ ആണെങ്കിൽ ലാസ്റ്റ് 2 0 വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 400നെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അതാണ് ലീപ്പ് ഇയറിൻ്റെ കൺസെപ്റ്റ്. അത് വെച്ച് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. നമ്മൾ ഓൾറെഡി 100 വർഷത്തിൽ ഇത്ര ലീപ്പ് ഇയർ, നോർമൽ ഇയർ എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ. അതേ കൺസെപ്റ്റ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. 2000 മൈനസ് 1900 എത്ര വരിക? 100 അല്ലേ അതിൻ്റെ ഡിഫറൻസ്. അപ്പം 100 വർഷത്തിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ട്, നോർമൽ ഇയർ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി. നമ്മൾ അതിനുള്ള മെത്തേഡ് ഓൾറെഡി നോക്കിയതാണ്. നമുക്ക് നോക്കാം. 100ന് എന്ത് ചെയ്യണം? 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 10ൽ 4 എത്ര വട്ടം പോകും? 2 വട്ടം പോകും, 8. പിന്നെ 2. 20ൽ എത്ര വട്ടം പോകും? 5 വട്ടം പോകും, 20. അപ്പോൾ നമുക്ക് 25 കിട്ടി. ഈ 25ന്ന് 1 മൈനസ് ചെയ്തിട്ട് കിട്ടുന്നതാണ് ലീപ്പ് ഇയർ. അപ്പോൾ എത്രയാണ് വരിക? 25ന്ന് 1 പോയിട്ടുണ്ടെങ്കിൽ 24. അപ്പോൾ 100 വർഷത്തിൽ 24 ലീപ്പ് ഇയർ ഉണ്ട് എന്ന് നമ്മൾ ഓൾറെഡി ഒരു ടേബിളിൽ നോക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ടും വരിക. പിന്നെ 24 ലീപ്പ് ഇയർ ഉണ്ടെങ്കിൽ ബാക്കി മൊത്തം എന്താണ്? നോർമൽ ഇയർ ആണ്. അപ്പോൾ 76 നോർമൽ ഇയറും ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? വിച്ച് ഇയർ ബിറ്റ്വീൻ 2023 ആൻഡ് 2033 വിൽ ഹാവ് ദി സെയിം കലണ്ടർ ആസ് 2023. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 2023 കലണ്ടർ റിപ്പീറ്റ് ചെയ്യുന്ന വർഷമാണ്. ഏത്? 2023ഉം 2033ൻ്റെ ഇടയിലുള്ള വർഷമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ രണ്ടിലും ഇടയിലുള്ള ഏതൊരു വർഷമാണ് റിപ്പീറ്റ് ചെയ്യുന്ന കലണ്ടർ, അത് കണ്ടുപിടിക്കണം. നമ്മളിത് ഓൾറെഡി നോക്കിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. എന്താണ് നോക്കിയത്? ഇപ്പോൾ ഒരു വർഷം എപ്പോഴാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, സെയിം കലണ്ടർ എപ്പോഴാണ് റിപ്പീറ്റ് ചെയ്യുന്നുള്ളതിൻ്റെ ട്രിക്ക് എന്താണ്? ഫസ്റ്റ് നമ്മൾ അത് ഏത് ഇയറാണ് നോക്കണം. ലീപ്പ് ഇയർ ആണോ നോർമൽ ഇയർ ആണോ നോക്കണം. അപ്പോൾ 2023 എന്താണ്? ലീപ്പ് ഇയർ അല്ല. അതായത് 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. 23 ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ഡിവൈഡ് ആവൂല. അന്നേരം ഇതെന്ത് ഇയറാണ് വരിക? നോർമൽ ഇയർ ആണ്. നോർമൽ ഇയർ ആണെങ്കിൽ നമ്മൾ എത്ര ആഡ് ചെയ്യണം? അടുത്ത കലണ്ടർ റിപ്പീറ്റ്, സെയിം കലണ്ടർ റിപ്പീറ്റ് ചെയ്യുന്ന വർഷം കിട്ടണമെങ്കിൽ 6 11 ആഡ് ചെയ്യണം. നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് 6 ആഡ് ചെയ്യാം. ചെറുതല്ലേ? എത്രയാണ് വരിക? 9 2 0 2. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? 2029. അതായത് 2029 ഈ കലണ്ടർ 2023 കലണ്ടർ റിപ്പീറ്റ് ചെയ്യും. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? 2023ൻ്റെയും 2033ൻ്റെയും ഇടയിലുള്ള ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 2029 ഇതിൻ്റെ ഇടയിലാണ് വരുന്നത്. 2023 കഴിഞ്ഞിട്ടാണ് നമ്മൾ 11 വെച്ച് ആഡ് ചെയ്തേണ്ടേ വരുള്ളൂ. അപ്പോൾ നമുക്ക് 11 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻസർ നമുക്ക് എന്താണ്? 2029 2023 കലണ്ടർ റിപ്പീറ്റ് ചെയ്യുന്ന വർഷം. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ഡേ ഓഫ് ദി വീക്ക് ഓൺ 1 ജനുവരി 2025? ഇതും നമുക്ക് ദിവസം കണ്ടുപിടിക്കണം. അതായത് 1 ജനുവരി 2025 2025 ഉള്ള ഡേറ്റാണ് ചോദിച്ചിട്ടുള്ളത്. 1 ജനുവരീൻ്റെ ദിവസം ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ സോൾവ് ചെയ്യാം? ഫസ്റ്റ് നമ്മൾ ടോട്ടൽ ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കും. ഫസ്റ്റ് സെഞ്ചുറി കോഡ്. ഞാൻ കോഡ് എഴുതുന്നില്ല. പിന്നെന്താണ്? മന്തല്ല, ഇയർ വരും. ഇയർ കോഡ്. അത് കഴിഞ്ഞിട്ട് എന്താണ് വരിക? സെഞ്ചുറി കോഡ്, ഇയർ കോഡ്, മന്ത് കോഡ്, പിന്നെ ഡേറ്റ് അല്ലേ? ഡേറ്റ്.
അപ്പോൾ സെഞ്ചുറി ഏതാണ് വരിക? 2000. 2000 സെഞ്ചുറിക്ക് എത്ര ഇതുണ്ടാവും? 6 അല്ലേ? നമുക്ക് ആ ടേബിൾ പഠിച്ച് വെച്ചിട്ട് കിട്ടും. 6 ഓഡ് ഡേയ്സ് ആണ് വരിക. ഇയർ നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റത്തെ 2 ഡിജിറ്റ് എടുക്കണം. 25 പ്ലസ് എന്ത് ചെയ്യണം? 25 ഡിവൈഡഡ് ബൈ 4 ചെയ്യണം. അപ്പോൾ 25 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 6 4 24 അല്ലേ? ശിഷ്ടം 1 വരും. അപ്പോൾ 6 ആഡ് ചെയ്യണം. 25 പ്ലസ് 6 എന്ന് പറയുമ്പോൾ 31 അല്ലേ? അപ്പോൾ ഇയർ കോഡ് എത്രയാണ്? 31. അത് കഴിഞ്ഞിട്ട് മന്ത് കോഡ് എത്രയാണ് വരിക? കണ്ടുപിടിക്കാം. നമ്മൾ ഓൾറെഡി അതിൻ്റെ ഇത് പഠിച്ചിട്ടുണ്ട്. എന്ത് നമ്പർ പഠിച്ചിട്ടുണ്ട്. എന്താണ് നമ്പർ? 03361. അത് കഴിഞ്ഞിട്ട് 4625. അത് കഴിഞ്ഞിട്ട് എന്താണ്? 035. ഇതേതാണ്? അതിൻ്റെ ആവശ്യം വരുന്നില്ല. ജനുവരിയാണ് സ്റ്റാർട്ടിങ്, 0 ആണ്. അപ്പോൾ നമുക്ക് മന്ത് കോഡ് 0 കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡേറ്റ് 1. ഇനി ആഡ് ചെയ്ത് നോക്കാം. 1 31 എത്രയാണ്? 32. 32 പ്ലസ് 6 എന്ന് പറയുമ്പോൾ എത്രയാണ്? 38. അപ്പോൾ 38നെ ഇനി എന്ത് ചെയ്യണം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് റിമൈൻഡർ കണ്ടുപിടിക്കണം. 38 ഡിവൈഡഡ് ബൈ 7 എത്രയാണ് വരിക? 1 7 7 7 14 3 21 4 28 5 35. റിമൈൻഡർ എത്ര വരിക? 3 അല്ലേ? 3 എന്ന് പറയുമ്പോൾ ഏതാണ്? വെനസ്ഡേ. അപ്പോൾ ജനുവരി 1 2025 എന്നാണ്, ബുധനാഴ്ചയാണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻസാണ് നോക്കുന്നുള്ളൂ. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.